കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഇന്ന് അന്തിമവാദം തുടങ്ങിയിരിക്കുകയാണ്. ഇതോടൊപ്പം ഒരു കോടതിയലക്ഷ്യ ഹർജി കൂടി നമ്മുടെ നടി കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അത് DGP R. ശ്രീലേഖയ്ക്കെതിരെയാണ്. ഒപ്പം പ്രസിഡന്റിന്റെ ദയാഹർജിയുടെ സ്വഭാവത്തിൽ ഒരപേക്ഷയും നൽകിയിട്ടുണ്ട്. പ്രബുദ്ധ കേരളം എന്ന് അവകാശപ്പെടുകയും അഹങ്കരിക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ സ്വന്തം നാട്ടിലാണ് കാലങ്ങളായി ഈ നീതി നിഷേധം നടക്കുന്നത്. നീതിക്കായി ഏതറ്റം വരെ പോകാനും ഞങ്ങൾ തയ്യാറാണ്. ഇനി ഒരു പെൺകുട്ടിക്കും ഇതുപോലെ ഒരു അവസ്ഥയുണ്ടാകരുത്. ബഹുമാനപ്പെട്ട നീതിപീഠത്തിനോട് ഒരു സംശയം ചോദിക്കാനുണ്ട്. ഒരു സാധാരണക്കാരന്റെ സംശയങ്ങളും ആകുലതകളുമായി ഇതിനെ കണ്ടാൽ മതി. നീതിപീഠത്തിലിരിക്കുന്ന ചിലർക്കെങ്കിലും തെറ്റുപറ്റിയാൽ അവരെ സംരക്ഷിക്കണമെന്ന് ഏതെങ്കിലും ക്ലോസുകൾ നീതി സംഹിത അനുശാസിക്കുന്നുണ്ടോ? കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട നടിയുടെ സഹോദരന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണിത്. കേസിൽ ഇന്നിപ്പോൾ അന്തിമവാദം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ തുടങ്ങിയിരിക്കുന്നു. കോടതി നടപടികൾ നീളുമ്പോൾ പ്രതീക്ഷയോടെ രാഷ്ട്രപതിയിൽ അഭയം തേടിയിരിക്കുകയാണ് അതിജീവിതയും കുടുംബവും. കേസിലെ നിർണായകമായ തെളിവ് ആ മെമ്മറി കാർഡിലെ നിയമവിരുദ്ധമായ പരിശോധനയ്ക്കെതിരെയാണ് പോരാട്ടം. 8ാം പ്രതി ദിലീപ് നിരപരാധിയാണെന്ന മുൻ DGP R. ശ്രീലേഖ പറഞ്ഞതിനെതിരെ കോടതിയലക്ഷ്യ നടപടിയും തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതിജീവിത ഇനി എത്ര നാൾ പോരാട്ടം തുടരണം എന്നതാണ് ചോദ്യം. ഋഷിപാൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഋഷിപാൽ, ഇന്നിപ്പോൾ അന്തിമവാദം തുടങ്ങുമ്പോൾ 2 പ്രധാനപ്പെട്ട വിഷയങ്ങൾ അതിജീവിത ഉന്നയിക്കുന്നു. ഒന്ന്, രാഷ്ട്രപതിക്ക് കൊടുത്ത ദയാഹർജിയുടെ സ്വഭാവത്തിലുള്ള ഒരപേക്ഷ. അതിൽ നീതി നിഷേധം നടത്തിയിരിക്കുന്നത് ജുഡീഷ്യറി തന്നെയാണെന്നും നീതിപാലകർ നീതി നിഷേധം നടത്തുമ്പോൾ എങ്ങനെയാണൊരു നീതി വ്യവസ്ഥ അതിനോട് കണ്ണടച്ചിരിക്കുന്നതെന്നുമാണ് ഈ അതിജീവിത ചോദിക്കുന്നത്. തന്റെ സ്വകാര്യ ദൃശ്യങ്ങളടങ്ങിയ ഈ ബലാത്സംഗ കൊട്ടേഷനിലെ തൊണ്ടി മുതൽ നിയമവിരുദ്ധമായി വീടുകളിൽ കൊണ്ടുപോയി ഉദ്യോഗസ്ഥർ പരിശോധിച്ചതാണ് അതിജീവിതയുടെ പരാതിയിലുള്ളത്. 2ാമത്തെ വിഷയം, R. ശ്രീലേഖ ഈ വാദം തുടങ്ങും മുൻപ് തന്നെ 8ാം പ്രതിയായ ദിലീപിനെ നിരപരാധിത്വം ചാർത്തിക്കൊടുത്തിരിക്കുന്നത്. അത് കോടതി ലക്ഷ്യമാണെന്നുള്ളതാണ് അതിജീവിതയുടെ പരാതി. അന്തിമവാദം തുടങ്ങുമ്പോൾ അതിജീവിതയ്ക്കും കുടുംബത്തിനും ആശങ്കകൾ ഏറെയല്ലേ ഋഷിപാൽ? ഡോക്ടർ അരുൺകുമാർ, നേരത്തെ തന്നെ കുടുംബത്തിന് ആശങ്കയുണ്ട്. ഒന്ന് നമുക്കറിയാം, 2017 ഫെബ്രുവരി 17 ഓടുന്ന വാഹനത്തിൽ ക്രൂരമായി ഈ നടി ആക്രമിക്കപ്പെട്ടതിന് ശേഷം വലിയ പോരാട്ടമാണ് നയിച്ചത്. അത് 2021 റിപ്പോർട്ടർ പുറത്തുവിട്ട ബാലചന്ദ്രകുമാറിന്റെ ആ അഭിമുഖത്തിന് ശേഷമാണ് ഏറ്റവും നിർണായകമായ തെളിവുകൾ അത് പുറത്തെത്തുന്നത്. ആ തെളിവുകൾ ഭൂരിഭാഗവും റിപ്പോർട്ടർ TV തന്നെയാണ് പുറത്തെത്തിച്ചതും. അതിനുശേഷമാണ് അതിന്റെ ഗൗരവകരമായ തെളിവുകൾ പ്രതികൾക്കെതിരെ ഉണ്ടെന്ന് പൊതുസമൂഹത്തിനും ബോധ്യമാകുന്നത്. പോരാട്ടം കൂടുതൽ ശക്തമാക്കിയ അതിജീവിത പൊതുമധ്യത്തിലേക്ക് എത്തുന്നു. നേരത്തെ ഇരുട്ടുമുറിയിൽ കഴിഞ്ഞ അതിജീവിത പിന്നീട് 2021 ആ അഭിമുഖത്തിന് ശേഷമാണ് പൊതുമധ്യത്തിലേക്ക് എത്തി താൻ ഇരയല്ല അതിജീവിതയാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചത്. അതിനുശേഷം ശക്തമായ പോരാട്ടമാണ്. മുഖ്യമന്ത്രിയെ കാണുന്നു, സുപ്രീം കോടതിയിൽ കത്തു നൽകുന്നു, ഹൈക്കോടതിയെ സമീപിക്കുന്നു. അങ്ങനെ തനിക്ക് നീതിക്ക് വേണ്ടിയുള്ള നിരന്തരം പോരാട്ടമാണ്. ഒരു ഘട്ടത്തിൽ കേരളത്തിലെ സമൂഹം വനിതകളടക്കം തെരുവിലിറങ്ങുന്ന കാഴ്ചയും ഉണ്ടായിരുന്നു. കോഴിക്കോട്ടും തൃശ്ശൂരിലും മലപ്പുറത്തും എറണാകുളത്ത് വഞ്ചി സ്ക്വയറിലുമൊക്കെ ജനങ്ങൾ നീതിക്ക് വേണ്ടി, അതിജീവിതയുടെ നീതിക്ക് വേണ്ടിയുള്ള വലിയ പ്രതിഷേധം. അങ്ങനെയാണ് പിന്നീട് മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചക്കടക്കം വേദിയൊരുങ്ങുന്നതും. ഏതായാലും വലിയ പ്രതീക്ഷയോടെയാണ് അതിജീവിത ഈ പോരാട്ടം നയിക്കുന്നത്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 2022 ഫെബ്രുവരി മാസം 4-നും 5-നും റിപ്പോർട്ടർ പുറത്തുവിട്ട ഏറ്റവും പ്രധാനപ്പെട്ട ആ വിവരങ്ങൾ, ഈ മെമ്മറി കാർഡ്, പീഡന ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ്. അത് അനധികൃതമായി നിയമവിരുദ്ധമായി പരിശോധിക്കപ്പെട്ടു എന്നതാണ്. അതിലാണ് നീതി തേടി ഇപ്പോൾ രാഷ്ട്രപതിയിൽ ദയാഹർജിക്ക് സമാനമായ ഒരു പരാതി അതിജീവിത സമർപ്പിച്ചതും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നേരത്തെ ഹൈക്കോടതിയിൽ നടത്തിയ നിരന്തര പോരാട്ടത്തിനൊടുവിൽ അതിജീവിതയ്ക്ക് അനുകൂലമായ ഒരു ഉത്തരവുണ്ടായി. ഇതിൽ വസ്തുതാന്വേഷണം നടത്തണമെന്ന്. അങ്ങനെ ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് വസ്തുതാന്വേഷണം നടത്തി, നിരവധി രേഖകൾ പരിശോധിച്ചു. അങ്ങനെ ഇതിൽ നിയമവിരുദ്ധമായ പരിശോധന മെമ്മറി കാർഡിൽ നടന്നു എന്ന് കണ്ടെത്തുന്നു. അങ്ങനെ കണ്ടെത്തുമ്പോൾ അതിൽ ജുഡീഷ്യൽ ഓഫീസർമാർ ഉൾപ്പെടെ സ്വകാര്യമായി മെമ്മറി കാർഡ് കസ്റ്റഡിയിൽ വെച്ചു. അവർ വീട്ടിലേക്ക് മെമ്മറി കാർഡ് കൊണ്ടുപോയെന്ന് കണ്ടെത്തുന്നു. സർക്കാർ ജീവനക്കാർ, കോടതിയിലെ ജീവനക്കാർ ആ മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി അവരുടെ മൊബൈൽ ഫോണിലും ലാപ്ടോപ്പിലും പരിശോധിച്ചതായി കണ്ടെത്തുന്നു. ഈ പരിശോധനയിലും കണ്ടെത്തലുകളൊക്കെ ഉണ്ടെങ്കിലും ഇതിൽ ക്രിമിനൽ നടപടികൾ ഉണ്ടാകുന്നില്ല. അതാണ് വീണ്ടും സുപ്രീം കോടതി നമ്മളെ അതിശയിപ്പിക്കുന്നതും. നീതിപീഠത്തിന്റെ ഭാഗത്തു നിന്നും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ, നീതി നടപ്പിലാക്കേണ്ട ഉദ്യോഗസ്ഥർ അതിജീവിതയുടെ സ്വകാര്യ ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി കോടതിയിൽ നിന്നും വീട്ടിൽ കൊണ്ടുപോയി വരെ പരിശോധിച്ചിട്ടും എന്തുകൊണ്ട് ക്രിമിനൽ നടപടി ചട്ടങ്ങൾ അവിടെ ബാധകമാകുന്നില്ല? ഇതാണ് ഇന്ന് അതിജീവിതയുടെ സഹോദരൻ ഫേസ്ബുക്കിലൂടെ ചോദിച്ച ചോദ്യം.